കാനഡ എന്ന് പറയുന്ന രാജ്യം എപ്പോഴും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഈ കാനഡ 41 വർഷങ്ങൾക്ക് ശേഷം ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം 2014 ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം നരേന്ദ്രമോദിയോട് നേരിട്ട് പോരിന് വന്നിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് നമ്മൾ എടുത്തു പറയണം. കാരണം കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി ഇരുന്നപ്പോൾ ഇന്ത്യക്കെതിരെ ഡയറക്റ്റായി അവർ ആരോപണം ഉന്നയിച്ചതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അജ്ഞാതന്മാരെ ഇറക്കി കാനഡയ്ക്കകത്ത് കൊലകൾ നടത്തുന്നു എന്നാണ് ഇവർ നമ്മുടെ മഹാരാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ പ്രസ്താവന ഇറക്കിയത്. അതിനുശേഷം പിന്നെ നടന്നത് ചരിത്രമാണ്. അതായത് കാനഡയുടെ ഭരണം താഴെപ്പോയി, അവിടെയുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോയെ പുറത്താക്കി മാർക്ക് കാർണി കാനഡയിൽ പ്രധാനമന്ത്രിയായിരുന്ന കാഴ്ച കണ്ടു. അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരും വലിയ വിചക്ഷണന്മാരുമൊക്കെ പറഞ്ഞത് കാനഡയുടെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഖാലിസ്ഥാനികൾ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ത്യക്ക് ഇടപെടാതെ തരമില്ല എന്നൊക്കെ അവർ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മാർക്ക് കാർണി ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് പല നീക്കങ്ങളും നടത്തുകയാണ്. ഇപ്പോഴിതാ ആദ്യം മാർക്ക് കാർണി ഖലിസ്ഥാനികൾ കാനഡയ്ക്ക് ഒരു സെക്യൂരിറ്റി ത്രട്ടാണെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴിതാ 41 വർഷങ്ങൾക്ക് ശേഷം കാനഡ ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുകയാണ്. കനിഷ്ക് സ്ഫോടനത്തിന് പിന്നിൽ ഖലിസ്ഥാനി തീവ്രവാദികളെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എയർ ഇന്ത്യ വിമാന സ്ഫോടന കേസിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകരമായ ആക്രമണത്തിന് പിന്നിൽ ഖലിസ്ഥാൻ തീവ്രവാദികളാണെന്ന് കനേഡിയൻ സർക്കാർ ഏജൻസി ഒടുവിൽ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യ തുടക്കം മുതൽ തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സത്യം അംഗീകരിക്കാൻ കാനഡയ്ക്ക് 41 വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഈ ആക്രമണത്തെ തങ്ങളുടെ രാജ്യത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1985 ജൂൺ 23 ഈ സംഭവം നടക്കുന്നത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 സാമ്രാട്ട് കനിഷ്ക കാനഡയിലെ മോൺട്രിയൽ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നുയർന്നു. ലണ്ടനിൽ ആ സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. ഐറിഷ് തീരത്ത് നിന്ന് ഏകദേശം 200 മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ 31,000 അടി മുകളിൽ പറക്കുകയായിരുന്നു വിമാനം. അപ്പോഴാണ് റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നത്. ഇതൊരു തീവ്രവാദ റാഞ്ചലായിരുന്നു. അതിൽ ഇപ്പോൾ കാനഡ പറയുന്നത് തീവ്രവാദികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്.